ഇത്ര ഭംഗിയുള്ള ലീഫൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ചെടിയെ കളയാൻ തോന്നുമോ? നമുക്ക് വളർത്താനല്ലേ തോന്നുക. അത് പറയാൻ കാരണം ഈ ഒരു ചെടി നമുക്കറിയാം ഡെംകെയിൻ അല്ലെങ്കിൽ ഡിഫൻബാച്ചിയ അല്ലെങ്കിൽ ഡിഫൻബാക്കിയ എന്നൊക്കെ പറയുന്ന ചെടിയാണ്. അപ്പോൾ ഈ ചെടിയുടെ ഇലയിലും തണ്ടിലും ഒക്കെ മൊത്തത്തിൽ നന്നായിട്ട് വിഷാംശമുള്ള ചെടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ നമുക്കിത് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ചെടിയെ നല്ല രീതിയിൽ നമ്മൾ നോക്കിയാൽ മതി. കാരണം കുട്ടികളൊന്നും കയ്യെത്താത്ത രീതിയിലുള്ള സ്ഥലത്ത് നമ്മൾ വിൽക്കുക. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്ത വീട്ടിലാകുമ്പോൾ ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലാന്റാണ് നമ്മുടെ ഡിഫൻബാച്ചിയ പ്ലാന്റ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ല. ഇപ്പം ഞാൻ ഒന്നേ പറ്റി കാണിക്കുന്നുള്ളൂ. എൻ്റെ മുറ്റത്ത് നിങ്ങൾക്കറിയാം ഒരു 4-5 ടൈപ്പ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ ശരിക്കും ഒരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഇലകളൊക്കെ പോലെ തോന്നുന്നുണ്ടല്ലേ. നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റാണ്. ഇതിൽ തന്നെ 4-5 തൈകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെ ഒരുപാട് തൈകളാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ നന്നായിട്ട് വിഷമുള്ള ചെടിയാണ്. എങ്കിലും നമുക്ക് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നമ്മൾ നന്നായിട്ടൊന്ന് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു അപകടവും സംഭവിക്കാതെ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വിഷച്ചെടികൾ എന്നിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു ചെടിയാണിത്. അപ്പോൾ വിഷച്ചെടികൾ എന്ന വീഡിയോ ഒരുപാട് ആൾ കണ്ടിട്ടുണ്ട്. കണ്ടവർക്കെല്ലാം എൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട്.